ഒന്നല്ല രണ്ടല്ല 1000 കൃഷ്ണന്മാരാണിവിടെ മലയാളിക്ക് കണി കണ്ടുടരാൻ തയ്യാറായിരിക്കുന്നത്. പല രൂപങ്ങളിൽ, ഭാവങ്ങളിൽ, വർണ്ണങ്ങളിൽ. ഈ അച്ചിൽ നിന്നാണ് തുടക്കം. റബ്ബർ അച്ച് ആദ്യം നിരത്തും. അതിന് സംരക്ഷണ കവചമായി പാളികൾ കൂടി വയ്ക്കും. ശേഷം ഇതിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിക്കും. മണിക്കൂറുകൾക്ക് ശേഷം അച്ചഴിച്ച് പ്രതിമകൾ പുറത്തെടുക്കും. അങ്ങനെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ഇനിയും പണി ഏറെയുണ്ട് ഈ പ്രതിമ കൃഷ്ണനായി മാറാൻ. അധികമുള്ള പ്ലാസ്റ്റർ നീക്കം ചെയ്യും. പിന്നെ പ്ലാസ്റ്റർ പൗഡർ ഉപയോഗിച്ച് പ്രതിമയെ മിനുക്കിയെടുക്കും. ഇനി ഉടലഴക് കൂട്ടുകയാണ് അടുത്ത പടി. ചെന്താമര ഇതളുകൾ പോലെ കണ്ണുകൾ വരയ്ക്കും. ചെമ്പരത്ത് ചുവപ്പിൽ ചുണ്ടുകളും മൗലിയിലെ മയിൽപീലിയും. അങ്ങനെ വൈവിധ്യ നിറക്കൂട്ടുകൾ പകർന്ന് പ്രതിമയിലേക്ക് കൃഷ്ണനെ കൊണ്ടുവരും. രാജസ്ഥാൻ സ്വദേശികളാണിവർ. 3 കുടുംബങ്ങളിലെ 30 പേർ ഒരുമിച്ചാണ് താമസവും പ്രതിമ നിർമ്മാണവും. ഒരു 10,000 കൃഷ്ണൻ ദൈവങ്ങളെല്ലാം റെഡി പണി പെയിന്റ് പണി വച്ചിട്ട് ഉണ്ട്. ഇതിക്ക് വേണ്ടി നമ്മൾ രാജസ്ഥാനിൽ ഇങ്ങനെ വന്ന് എല്ലാം ഒരു 5 മാസം നിന്നിട്ട് എല്ലാം റെഡി പണിയിട്ട് പെയിൻറ്റെല്ലാം செஞ்சு കൊടുത്തിട്ട് അപ്പുറമേ തിരുപ്പി നാട്ടിൽ ഒരു വർഷത്തിൽ ഒരു 2 വാട്ടി പോയിട്ട് വരും. ബാക്കി സമയം കേരള തമിഴ്നാട് 2 ഇടത്തിൽ നമ്മളെ ബിസിനസ് ഉണ്ട്. 50 രൂപ മുതൽ 5000 രൂപ വരെയുള്ള പ്രതിമകളുണ്ട്. ബുദ്ധനും ഗണപതിയും സരസ്വതിയും ഒക്കെയുണ്ട് ഇവിടെ. പിന്നെ അലങ്കാര വസ്തുക്കളും. തലസ്ഥാനത്തെ കേസരി റോഡിലാണ് ഇവരുടെ നിർമ്മാണശാല. വിഷുപ്പുലരിയുടെ കൃഷ്ണകാഴ്ച ഈ കണ്ണുകളിൽ വിരിയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ദൈവികമായ കരവിരുതാണ് ഇവരുടേത്. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.